സിവിൽ സർവീസിന് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് ഉണ്ടോ? ഈ സംശയം പലരും ചോദിക്കാറുണ്ട്. നിങ്ങൾ ഡൽഹിയിൽ UPSC ആസ്ഥാനത്ത് ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം നോർമലി നെക്സ്റ്റ് ഡേ തന്നെ അവിടെ നമ്മൾ ഡൽഹിയിൽ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നമുക്കുള്ള മെഡിക്കൽ ടെസ്റ്റിനുള്ള സംവിധാനങ്ങൾ അവർ അറേഞ്ച് ചെയ്തു തരും. ഞാൻ UPSC ഇൻ്റർവ്യൂവിന് പോയ സമയത്ത് എൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം തന്നെയായിരുന്നു ഓൾഡ് ഡൽഹിയിലെ ഒരു ഹോസ്പിറ്റലിൽ മെഡിക്കൽ ടെസ്റ്റിന് വേണ്ടി വിധേയനായത്. അപ്പോൾ രാവിലെ തന്നെ നമ്മളവിടെ ചെല്ലണം, വൈകുന്നേരം വരെ പല ഡോക്ടേഴ്സിനെ കാണണം. ഒരു പല്ല് പരിശോധിക്കും, ശരീരം ആകമാനം പരിശോധിക്കും, നമ്മളെ പൂർണ്ണമായിട്ട് നമ്മുടെ ശരീരത്തിൽ തന്നെ അത് വിവസ്ത്രരാക്കിയിട്ടുള്ള പരിശോധന വരെ ഉണ്ട്. കാരണം ഇപ്പോൾ സ്ത്രീകളാണെങ്കിൽ ഒരു ലേഡി ഡോക്ടർ ആയിരിക്കും പരിശോധിക്കുക, പുരുഷന്മാരാണെങ്കിൽ ഒരു പുരുഷ ഡോക്ടർ ആയിരിക്കും നമ്മളെ പരിശോധിക്കുക. അപ്പോൾ നമ്മൾ ഫിസിക്കലി ഫിറ്റാണോ എന്നുള്ളത് ഈ രീതിയിൽ ടെസ്റ്റ് ചെയ്യും. പിന്നീട് നിങ്ങൾ IPS പോലെയുള്ള സർവീസിലേക്കാണ് വരുന്നതെങ്കിൽ, IPS കിട്ടണമെങ്കിൽ തന്നെ 4 കിലോമീറ്റർ നിങ്ങൾ ഓടി നിങ്ങളുടെ കായികക്ഷമത തെളിയിക്കേണ്ടതുണ്ട്. പക്ഷേ അവിടുത്തെ ട്രെയിനിങ്ങോട് നിങ്ങൾ 4 അല്ല 40 കിലോമീറ്റർ ഓടും. അതൊന്നും നിങ്ങൾക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ആ ലെവലിലേക്ക് നിങ്ങളെ കോമ്പിറ്റൻ്റ് ആക്കി എടുത്തോളും. അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഫിറ്റ്നസ് ടെസ്റ്റോ ഓട്ടോ ചാട്ടോ ഒന്നും സിവിൽ സർവീസ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇല്ല. നിങ്ങളുടെ മസൂറിയിലെ ട്രെയിനിങ് കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഹൈദരാബാദിലെ ട്രെയിനിങ് കാലഘട്ടത്തിൽ ഒക്കെ തന്നെ നിങ്ങളുടെ ഫിസിക്കൽ ഫിറ്റ്നസ്സിന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിശീലന പരിപാടികൾ, കുതിര സവാരി അടക്കമുള്ള പരിശീലന പരിപാടികൾ, IPS ട്രെയിനിങ്ങിലൊക്കെ നിങ്ങൾ പോകുമ്പോൾ ലോകത്തുള്ള എല്ലാ മേജർ വെപ്പൺസും നിങ്ങൾ പരിശീലിക്കും. റോക്കറ്റ് ലോഞ്ചർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിങ്ങൾ അഭ്യസിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു വലിയ മികച്ച ട്രെയിനിങ് ആണ് നമുക്ക് ലഭിക്കുന്നത്. ഒരു സിവിൽ സർവൻറ്റിന് വേണ്ടിയുള്ള ട്രെയിനിങ്ങിന് വേണ്ടി ഗവൺമെൻറ് സ്പെൻഡ് ചെയ്യുന്നത് 100 ലക്ഷം രൂപയാണ്. അപ്പോൾ അത്രയും വലിയ ഒരു ക്വാളിറ്റി കോച്ചിങ് ട്രെയിനിങ് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. നിങ്ങൾ വൺസ് യു വിൽ എൻ്റർ ഇൻ ടു ദ സർവീസസ്. അപ്പോൾ അത്രയും മഹത്തരമായ ഒരു സർവീസിലേക്കാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഒരു മോട്ടിവേഷനോട് കൂടി തന്നെ നിങ്ങളിപ്പോൾ പ്രവർത്തിക്കുക, പഠിക്കുക. ഒരു ദിവസം 8 മുതൽ 10 വരെ മണിക്കൂറൊക്കെ പഠിക്കാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്. കാരണം നിങ്ങൾ കോമ്പീറ്റ് ചെയ്യുന്ന അങ്ങനെയുള്ള ആളുകളോടുകൂടിയാണ്. ആഗ്രഹം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. ഇപ്പോൾ ഒരു ഭിക്ഷക്കാരനും ആഗ്രഹിക്കാം. ആഗ്രഹത്തിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ നിങ്ങളിപ്പോൾ ജോലി ചെയ്യുകയാണെങ്കിൽ പോലും കുറഞ്ഞ ഒരു 4-5 മണിക്കൂറൊക്കെ നമുക്ക് കിട്ടില്ലേ? ഒരു 4 മണിക്ക് എണീറ്റാൽ 4 തൊട്ട് ഒരു 8 മണി വരെ പ്രിപ്പയർ ചെയ്താൽ തന്നെ 4 മണിക്കൂർ കിട്ടും. വൈകുന്നേരം ഒരു ഈസി ആയിട്ട് 2 മണിക്കൂർ നമുക്ക് ജോലിയുള്ളവർക്ക് പോലും കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ തന്നെ 6 മണിക്കൂർ പ്രിപ്പറേഷന് സമയം കിട്ടും. മറ്റു കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. കല്യാണം, മനസ്സമ്മതം അല്ലെങ്കിൽ ഫേസ്ബുക്ക്, വാട്സപ്പ് ഇതൊക്കെ ഒഴിവാക്കിയാൽ തന്നെ കുറച്ചധികം സമയം നിങ്ങൾക്ക് ചിലപ്പോൾ പ്രിപ്പറേഷന് വേണ്ടി കിട്ടും. അപ്പോൾ ആ പ്രിപ്പറേഷൻ്റെ കാലഘട്ടത്തിൽ എക്സ്ട്രാ ടൈമും കണ്ടെത്തി സീരിയസ്നെസ്സോടുകൂടി പ്രിപ്പയർ ചെയ്യുക. ഒരു സിവിൽ സർവീസ് ആസ്പിരൻറ്റ് തീർച്ചയായിട്ടും ഫോളോ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അതെന്താണ് എന്നുള്ളത് നമ്മൾ അടുത്ത വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്.